ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൂബ് വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 3 ചേരുവ വെച്ചിട്ട് 3 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു മോരുകറിൻ്റെ റെസിപ്പി കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അതുപോലെ 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ 3 ചേരുവ മാത്രം. അതിന് വേണ്ടി മോര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കറിക്ക് ആവശ്യമുള്ള മോരെടുക്കുക. അതിലേക്ക് ഒരു തക്കാളി ഇവിടെ നീളത്തിൽ ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ കറിക്ക് ആവശ്യമില്ല മോരെടുക്കാം കേട്ടോ. നമുക്ക് എത്രയൊന്നും കറി വേണ്ട അതിനനുസരിച്ചുള്ള മോരെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2 മിനിറ്റ് നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോര് ഒഴിച്ചെടുക്കാം. മോര് ഒഴിച്ച് അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ തക്കാളിൻ്റെ ആ ഒരു ഓയിലിൻ്റെ ഒക്കെ ചൂടിൽ അങ്ങനെ മോര് ചൂടായി കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ മോര് ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കേണ്ടതില്ല, ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി മോര് കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നമ്മളെ തേങ്ങ അരക്കണ്ട, അതുപോലെ ഒരുപാട് പച്ചക്കറികൾ ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല. 3 ചേരുവ മാത്രമേ ഉള്ളൂ ഇതിൽ. ഒരു തക്കാളിയും അതുപോലെ 3-4 പച്ചമുളക് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചോറിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ തേങ്ങ അരച്ച് വെച്ച കറി ഉണ്ടല്ലോ, അതുപോലെ തിക്നെസ്സോട് കൂടിയുള്ള സൂപ്പർ ടേസ്റ്റിലെ കറി കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.